മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ നിന്ന് പുറത്തു പോയവരാണ് ഇ.പി. ജയരാജനും പി. ജയരാജനും. ഒരു കാലത്ത് കണ്ണൂർ CPM-ലെ കരുത്തരായിരുന്ന ഇരുവർക്കും ഇപ്പോൾ കരുത്ത് ചോർന്ന അവസ്ഥയിലാണ്. ക്യാപ്റ്റൻ കൈവിട്ടതോടെ ഒതുങ്ങിക്കൂടിയിരുന്ന ഇരുവരും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കുറച്ചുകാലമായി ഇ.പി. ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ ആരോപണമുയർത്തിയ പി. ജയരാജൻ വീണ്ടും പാർട്ടിക്കുള്ളിൽ നിലപാടുകളുമായി രംഗത്ത് വന്നു. വൈദേകം റിസോർട്ട് വിവാദത്തിലാണ് ഇ.പി. ജയരാജനെതിരെ പി. ജയരാജൻ രംഗത്ത് വന്നത്. അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള ആരോപണങ്ങളിൽ നടപടി വേണമെന്ന് കഴിഞ്ഞ CPIM സംസ്ഥാന സമിതിയിലും പി. ജയരാജൻ ആവശ്യപ്പെട്ടു. താൻ നേരത്തെ ഉന്നയിച്ച വിഷയത്തിൽ എന്ത് നടപടി എടുത്തെന്നും പി. ജയരാജൻ ചോദിച്ചു. വിഷയം പാർട്ടിയുടെ പരിഗണനയിലാണെന്നും പല കാരണങ്ങളാൽ ചർച്ച നീണ്ടുപോയതാണെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നൽകിയ മറുപടി. പി. ജയരാജൻ പാർട്ടിയിൽ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് വൈദേകം റിസോർട്ടിലെ ഇ.പി. ജയരാജന്റെ കുടുംബത്തിന്റെ ഓഹരി പങ്കാളിത്തം വിവാദത്തിലായത്. ഇ.പി. ജയരാജന്റെ ഭാര്യയ്ക്കും മകനും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപ് കേസെടുത്തിരുന്നു. ഫേമ ചട്ടപ്രകാരമായിരുന്നു കേസ്. റിസോർട്ടിന്റെ മറവിൽ അനധികൃത പണമിടപാട് നടന്നുവെന്നായിരുന്നു ഉയർന്ന ആരോപണം. റിസോർട്ടിൽ ഇ.പി. ജയരാജന്റെ ഭാര്യ ഇന്ദിര 80 ലക്ഷവും മകൻ ജെയ്സൺ 10 ലക്ഷവും നിക്ഷേപിച്ചതായാണ് ഇഡിക്ക് നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത്. കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫ് എന്നയാൾ നിക്ഷേപിച്ച 3 കോടി രൂപ കള്ളപ്പണമാണെന്നും പരാതിയിലുണ്ടായിരുന്നു. രാഷ്ട്രീയ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇന്ദിരയുടെ ഓഹരികൾ വിറ്റഴിക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നാലെ വൈദേകം റിസോർട്ടിന്റെ പൂർണ്ണ നടത്തിപ്പ് ചുമതല രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥയിലുള്ള നീരാമയ റിട്രീറ്റ്സിന് കൈമാറിയിരുന്നു. 2022-ലായിരുന്നു വൈദേകം ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഇ.പി. അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നുവെന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ പി. ജയരാജൻ ഉന്നയിച്ചത്. ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് റിസോർട്ട് വിവാദം പി. ജയരാജൻ ഉന്നയിച്ചത്. ഇ.പി. ഈ യോഗത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. നേരത്തെ പി. ജയരാജൻ പാർട്ടി നേതൃത്വത്തിന് പരാതി എഴുതി നൽകിയതിനു ശേഷം ഈ റിസോർട്ടിൽ ED പരിശോധന നടത്തുകയും തുടർന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥയിലുള്ള വ്യവസായ ഗ്രൂപ്പ് ഈ റിസോർട്ടിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടി ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾക്ക് മുതിരുന്നില്ല. അതിനാലാണ് പി. ജയരാജൻ വീണ്ടും വിഷയം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. നേരത്തെ ജോൾസിനെ സന്ദർശിച്ചതിന് ആരോപണ വിധേയനായ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനെതിരെ പി. ജയരാജൻ ആരോപണമായി രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ പി. ജയരാജനാണ് ഈ വിഷയത്തിൽ അതിശക്തമായ വിമർശനം ഉന്നയിച്ചത്. M.V. ഗോവിന്ദനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പി. ജയരാജന്റെ രൂക്ഷ വിമർശനം വെളിവാക്കുന്നത് പാർട്ടിക്കുള്ളിലെ പുതിയ ചേരിതിരിവുകളാണ്. M.V. ഗോവിന്ദൻ അടുത്തിടെ പയ്യന്നൂരിലെ പ്രശസ്ത ജോത്സ്യനായ മാധവ പൊതുവാളിനെ സന്ദർശിച്ചതാണ് ഇപ്പോഴുണ്ടായ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണം. ഇത് സംബന്ധിച്ച ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പാർട്ടിക്കുള്ളിലും ചർച്ചയായി. അതിനിടയിൽ കൂടിയ കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ പി. ജയരാജൻ രൂക്ഷമായ വിമർശനം അഴിച്ചുവിടുകയായിരുന്നു. പാർട്ടിയിലെ ചില നേതാക്കൾ ജോത്സ്യന്മാരെ സന്ദർശിക്കുന്നത് പതിവാക്കുകയാണ്. ഇത് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കൾ ജോത്സ്യന്മാരെ കാണാൻ പോകുന്നത്? ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടി അണികൾക്കും സമൂഹത്തിനും നൽകുന്ന സന്ദേശം എന്താണെന്നും പി. ജയരാജൻ ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ വിഷയത്തിൽ വീണ്ടും ജയരാജന്മാർ 2 ചേരിയിൽ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് പാർട്ടി അണികളും നേതാക്കളും. പിണറായിയുടെ പിന്തുണ നഷ്ടപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള പോരിൽ ആര് വിജയിക്കുമെന്നാണ് അറിയേണ്ടത്.